കൂടുതൽ അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി സ്വയം ചാവേറായി ചാകുന്നവനും സ്വർഗത്തിൽ കൂടുതൽ സ്വീകാര്യനായി മാറുന്നുവെന്ന അബദ്ധജടിലമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാം തീവ്രവാദികളുടെ വകയായി കലാപങ്ങളും പൊട്ടിത്തെറികളും ചാവേറാക്രമണങ്ങളും പെരുകിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ മാസം കോയമ്പത്തൂരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ മംഗളൂരുവിൽ. അങ്ങനെയെങ്കിൽ അടുത്ത സ്ഫോടനം നടത്താൻ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെക്കേ അറ്റത്തുള്ള കേരളത്തിലായിരിക്കണമെന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ കേരളമേ അതീവ ജാഗ്രത. മംഗളൂരു സ്ഫോടനം മുഖ്യപ്രതി 5 ദിവസം ആലുവയിൽ തങ്ങിയത് കേരളത്തിലും സ്ഫോടനം ലക്ഷ്യമിട്ടോ? ആഗോള ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ് ഇസ്ലാം ഇതര മതസ്ഥർ കൂടുന്ന സ്ഥലത്ത് ചെറുതും വലുതുമായ ചാവേർ സ്ഫോടനങ്ങൾ നടത്തി രാജ്യത്ത് കടുത്ത അരക്ഷിതാവസ്ഥകൾക്ക് കളമൊരുക്കുകയെന്നത്. കൂടുതൽ അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി സ്വയം ചാവേറായി ചാകുന്നവനും സ്വർഗത്തിൽ കൂടുതൽ സ്വീകാര്യനായി മാറുന്നുവെന്ന അബദ്ധജടിലമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാം തീവ്രവാദികളുടെ വകയായി കലാപങ്ങളും പൊട്ടിത്തെറികളും ചാവേറാക്രമണങ്ങളും പെരുകിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ മാസം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിന് സമീപം നൂറുകണക്കിന് ഹൈന്ദവ വിശ്വാസികൾ സംഗമിക്കുന്ന സ്ഥലത്ത് നടത്തിയ കാർ ബോംബ് ചാവേർ സ്ഫോടനത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ മംഗളൂരുവിലും പ്രഷർ കുക്കർ ബോംബ് ഉപയോഗിച്ച് ശക്തമായ സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ സുപ്രധാന സംസ്ഥാനമായ കർണാടകയുടെ സുപ്രധാന കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്ലാമിക തീവ്രവാദികളുടെ ശക്തമായ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും പതിവായിരിക്കുകയാണ്. 2008 ജൂലൈയിൽ നടന്ന സ്ഫോടനങ്ങളുടെ പരമ്പരകളെക്കുറിച്ച് ഏവർക്കും വ്യക്തമായി തന്നെ അറിവുള്ളതാണ്. ഇപ്പോൾ ഇതാ ദക്ഷിണേന്ത്യയിൽ അമുസ്ലിങ്ങൾ സംഗമിക്കുന്ന ഇടങ്ങളിൽ കലാപങ്ങളും സ്ഫോടനങ്ങളും നടത്തി കടുത്ത അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിച്ച മത തീവ്രവാദ നയങ്ങൾ നടപ്പിലാക്കുവാൻ തീവ്രവാദികൾ ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ മാസം കോയമ്പത്തൂരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ മംഗളൂരുവിൽ. അങ്ങനെയെങ്കിൽ അടുത്ത സ്ഫോടനം നടത്താൻ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെക്കേ അറ്റത്തുള്ള കേരളത്തിലായിരിക്കണമെന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മംഗളൂരുവിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ 18 സ്ഥലങ്ങളിൽ പോലീസും NIA-യും പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. ബംഗളൂരുവിലും മൈസൂരിലുമാണ് പ്രധാനമായും സംഘം പരിശോധന നടത്തുന്നത്. സ്ഫോടനക്കേസിൽ പ്രതിയായ ഷാരിഖിനെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. ഇയാളുടെ ബന്ധുവീടുകളും ഇയാൾ സന്ദർശനം നടത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കേന്ദ്രമാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഇയാൾ ബോംബ് ഘടിപ്പിച്ച ഭാഗമായി പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിലും ഈ തീവ്രവാദിക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഇവരുടെ ടാർഗറ്റിലെ അടുത്ത സ്ഥലം കേരളമായിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കാരണം ഇതിൻ്റെ കണ്ണികൾ കേരളത്തിലും വളരെ ശക്തമായ വേരോട്ടം നടത്തുന്നുവെന്നതിൻ്റെ അത്യന്തം ഭീകരമായ വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാംഗ്ലൂർ സ്ഫോടനത്തിലെ മുഖ്യപ്രതിയായ ഷാരിഖ് കേരളത്തിലെ വാണിജ്യ നഗരമായ കൊച്ചിയിലെത്തി അവിടെ ആലുവയിൽ 5ഓളം ദിവസങ്ങൾ തങ്ങിയതിൻ്റെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. വലിയ തീവ്രവാദ ലക്ഷ്യങ്ങളുമായി 2 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ മാസം 13 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ഷാരിഖ് ആലുവയിൽ തങ്ങിയത്. ആലുവയിലെ ഒരു ലോഡ്ജിൽ താമസിച്ച് ഇയാൾ അവിടുത്തെ താൽക്കാലിക വിലാസം നൽകി. ഇയാൾ വണ്ണം കുറയ്ക്കുന്നതിനുള്ള ടെമ്മി ട്രിമ്മറും ഫേസ് വാഷുമെല്ലാം വാങ്ങിയതിന് തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കാശ്മീർ കഴിഞ്ഞാൽ അൽ-ഖ്വയ്ദയുടെ ഹിറ്റ് ലിസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായി അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേരളമാണ്. അതിനാൽ ഷാരിഖ് എന്ന ഭീകരവാദി കേരളത്തിലെത്തി ആലുവയിൽ ദിവസങ്ങളോളം തങ്ങിയത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി കരുതുവാൻ കഴിയുന്നതല്ല. മറിച്ച് അത് വളരെ ദൈർഘ്യവും ശക്തിയുമുള്ള ഭീകര ചങ്ങലയുടെ ഭാഗം തന്നെയായിരിക്കുമെന്നതിന് തെല്ലും സംശയമില്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലും അശാന്തി വിതയ്ക്കാൻ ചോരമണത്ത് അവർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദികളുടെ അങ്ങേയറ്റം ഹീനമായ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ചില അന്വേഷണ ഏജൻസികളിൽ നിന്ന് തുടർച്ചയായി വന്ന വാർത്തകൾ വർഗീയതയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർക്ക് മുമ്പിൽ അതെല്ലാം യാഥാർത്ഥ്യമായി മാറുന്ന കാഴ്ചയാണ് ഇത്തരം വാർത്തകളിലൂടെ ഉറപ്പിക്കപ്പെടുന്നത്. ഇന്ത്യക്ക് പുറത്തു നിന്നാണ് ഭീകരത്തലവന്മാർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. മംഗളൂരു സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ അബ്ദുൾ മദീൻ താഹ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് കൃത്യം നിയന്ത്രിച്ചത്. 1-2 തീവ്രവാദികൾ അതിഥി തൊഴിലാളികളുടെയോ ടൂറിസ്റ്റുകളുടെയോ പരിവേഷത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും എത്തിയാൽ പോലും സംശയിക്കേണ്ട കാലം വന്നു ചേർന്നിരിക്കുന്നു. അതിനാൽ കേരളമേ അതീവ ജാഗ്രത.